വേറെ റിലേഷൻഷിപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കട്ടക്ക് നിൽക്കുന്ന ഒരാളായിരുന്നു. വീട്ടിലാണെങ്കിലും അങ്ങനെയൊന്നും പറയല്ലേ. എന്നാലും ഒന്നാമത് എന്റെ അമ്മ എന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതായത് കോളേജിൽ എങ്ങനെ പോയി ലൈൻ അടിച്ചാ ശരിയാക്കി കളയും. അമ്മാതിരി ടെററായിരുന്നു വീട്ടില്. അപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പം എനിക്ക് പ്രേമിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ക്രഷുള്ള ചെക്കന്മാരുണ്ടായിരുന്നു. കാണുമ്പോൾ ഇതൊന്നും എൻ്റെ അമ്മേൻ്റെ മുഖം അപ്പം എനിക്ക് ഓർമ്മ വരും. ഭയങ്കര എൻ്റെ അമ്മ ടീച്ചറായിരുന്നു, അംഗൻവാടി ടീച്ചർ. അപ്പോൾ അവിടെ നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം അമ്മ ടെററാന്ന്, എല്ലാവർക്കും അറിയാം. സീൻ മദർ. അപ്പോൾ മദറിനെ പേടിച്ചിട്ട് ഞാൻ പ്രേമിച്ചിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കോളേജിൽ എത്തുമ്പോൾ ചെറുതായിട്ടൊരു റിലേഷൻഷിപ്പ് ഇങ്ങനെ 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 വന്ന് അതിലേ പോയി. പക്ഷെ അതൊന്നും ഒന്നും വർക്ക്ഔട്ട് ആയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് കമ്മിറ്റ് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് ഗോപു ആണ്. അതായത് ആ ഒരു ടൈം ആ ഒരു പേഴ്സണെ റൈറ്റ് മൊമെന്റിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ അങ്ങ് പോയി. പതിവില്ലാണ്ട് അമ്മേന്റെ മുഖം ഒന്നും മനസ്സിൽ വന്നില്ല പതിവ് പോലെ. അതെ, പിന്നെ നമ്മളിങ്ങനെ വീട്ടിലെ കാര്യം അവതരിപ്പിച്ചു. ഞാൻ അതാണ് ആലോചിക്കുന്നത്. അമ്മ പറയുന്ന കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു, ഇതൊന്നും നടക്കൂല. നമ്മള് 2 ദിവസം മറ്റേ സിനിമയിൽ കാണുന്ന ഓടിപ്പോയിട്ട് കട്ടിൽ കടന്ന് കരയൂലേ, 2 ദിവസം കരഞ്ഞപ്പോഴത്തേക്ക് അമ്മയങ്ങ് സമ്മതിച്ചു. അത് പ്ലാനായിരുന്നു. വെറുതെ എന്റെ കുറെ വർഷങ്ങൾ വെറുതെ 2012 അമ്മ സമ്മതിച്ചു. അമ്മ ഒരാഴ്ച മനസ്സിൽ പിടിച്ചു. 2012 ഡിസംബർ 2012 ഡിസംബർ 31 ന്യൂ ഇയറിന്റെ അന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇത് വീട്ടിൽ ഞങ്ങൾ പറയുന്നത് ജനുവരി 1st വീക്കിലാണ്. അത്രയും ഫാസ്റ്റ് ആയിരുന്നു. ഞാൻ 1-ാം തീയതി പറഞ്ഞു. അതായത് പിറ്റേ ദിവസം വീട്ടിൽ ചെന്നിട്ട് അത് കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് പാർട്ടി കഴിഞ്ഞ് ഞാൻ സമയം എടുക്കുന്നതിന് മുമ്പ് ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തി ഉറങ്ങി എണീറ്റപ്പം എൻ്റെ ഡിസംബറിൽ എൻ്റെ എല്ലാവരും വീട്ടിലുണ്ടാവും. എൻ്റെ ഏട്ടന്മാരൊക്കെ എല്ലാവരും ഉണ്ടാവും. അപ്പൊ തന്നെ ഞാൻ എടുത്ത് ഫോട്ടോ കാണിച്ചു കൊടുത്തു. അമ്മേ ഞാൻ കണ്ടുപിടിച്ചു, ഇതാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന. വീട്ടിലൊക്കെ പോയി അമ്മേനെ നേരിട്ട് മീറ്റ് ചെയ്തു. ഞാൻ കൊച്ചിയിലായിരുന്നു, കാരണം വീട്ടിൽ പോയി എനിക്ക് അടി കിട്ടും അമ്മേൻ്റെ. അതുകൊണ്ട് ഞാനിത് എത്ര അന്നേരം വീട്ടിൽ പോയിട്ടില്ല. അയ്യോ, അപ്പം ഞാൻ ഇങ്ങനെ നിന്നു. അതിൻ്റെ ഇടയിൽ അല്ലേ, പിന്നെ എൻ്റെ ഏട്ടൻ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട്. ചേച്ചിയും തീരെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ അവളിങ്ങനെ ഫോൺ ചെയ്തിട്ട് ഒന്നുമില്ല, സീരിയലിലെ ഡയലോഗൊക്കെയാണ്. എന്താണ് നിന്നെ എന്തിനാണോ ജോലിക്ക് വിട്ടെന്നൊക്കെ. Happy Peanut Butter, a healthy source of protein.